എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. ഞാൻ ബിജോയ് ചെറുമേൽ. ഈ വർഷത്തിൻ്റെ അന്ത്യ ദിനങ്ങളിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം കൂടെ കഴിയുമ്പോൾ പുതിയ വർഷത്തിലേക്ക് 2025 ആരംഭിക്കുകയാണ്. സംഭവ ബഹുലമായ ഒരു വർഷം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചും ലോകത്തെ സംബന്ധിച്ചും ഒരുപാട് സംഭവ വികാസങ്ങളുണ്ടായി. പ്രത്യേകിച്ച് മധ്യപൂർവേഷ്യയിൽ നടക്കുന്നതായ യുദ്ധപരമ്പരകൾ, ഭീകരർക്കെതിരായിട്ടുള്ളതായ പോരാട്ടങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ സാധാരണ എല്ലാ വർഷവും അവസാന മാസത്തിൽ അവസാന ദിവസങ്ങളിൽ എത്തുമ്പോൾ മഹാന്മാരായ ചിലർ ഈ ലോകത്തോട് വിട പറയുന്നു, യാത്രയാകുന്നു. ഈ ദിവസങ്ങളിൽ 2 പ്രമുഖരായ പ്രിയപ്പെട്ടവർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അവർ 2 പേരെ കുറിച്ച് പറയാനാണ് ഞാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നത്. ഇന്ന് അല്പസമയങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ മരിച്ചു. തൻ്റെ 100ാമത്തെ വയസ്സിൽ മരിച്ചു. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഈ ലോകത്തോട് വിട പറഞ്ഞു. ജിമ്മി കാർട്ടർ 1977 മുതൽ 81 വരെ അമേരിക്കയുടെ പ്രസിഡന്റായിരുന്നു. അമേരിക്കയുടെ പ്രസിഡന്റുമാരിൽ 100 വയസ്സോളം ജീവിച്ചിരുന്ന വ്യക്തികൾ വളരെ ചുരുക്കമാണ്. എനിക്ക് തോന്നുന്നു ജിമ്മി കാർട്ടർ മാത്രമേ അത്രയും ആയുസ്സിൽ ജീവിച്ചിരുന്നു എന്നുള്ളത്. ശാന്തനും സൗമ്യനുമായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. 77 മുതൽ 81 വരെയുള്ള കാലയളവിൽ തൻ്റെ ഭരണകാലം അമേരിക്കയെ സംബന്ധിച്ച് സമാധാനപരമായിട്ടുള്ളതായ ഭരണകാലമായിരുന്നു. അപ്പോൾ തന്നെ ലോക സമാധാനത്തിനു വേണ്ടി അദ്ദേഹം വളരെ യത്നിക്കുവാനിടയായിത്തീർന്നു. ഇസ്രായേലും ഈജിപ്തും തമ്മിൽ കലുഷിതമായിരുന്നതായ കാലയളവിൽ അതിന് ചുക്കാൻ പിടിച്ചത് ജിമ്മി കാർട്ടറായിരുന്നു. ക്യാമ്പ് ഡേവിഡ് ഉടമ്പടിയിൽ കൂടെ അദ്ദേഹം ശ്രദ്ധേയനായി തീർന്നു. ഇന്ത്യയെ സംബന്ധിച്ച് ജിമ്മി കാർട്ടർക്ക് വളരെ അധികം ബന്ധമുണ്ട്. ജിമ്മി കാർട്ടറിൻ്റെ മാതാവ് ഇന്ത്യയിലെ ഒരു മനുഷ്യാവകാശ സോഷ്യൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തിത്വമായിരുന്നു. 1978 ജിമ്മി കാർട്ടർ ഇന്ത്യ സന്ദർശിക്കുവാൻ ഇടയായിത്തീർന്നു. അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൻ്റെ ഫലമായി ഹരിയാനയിൽ അദ്ദേഹത്തിൻ്റെ പേരോട് ചേർന്ന ഒരു സ്ഥലം രൂപപ്പെട്ടു. കാർട്ടർപുരി എന്നാണ് അതിന് പേര് ലഭിച്ചത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം
തൊട്ടു പിന്നാലെയാണ് ജിമ്മി കാർട്ടർ ഇന്ത്യയിൽ വരുവാനിടയായിത്തീർന്നത്. മൊറാർജി ദേശായിയുമായിട്ടുള്ള ഒരു അഗാധമായ ബന്ധം നമ്മുടെ മുൻ പ്രധാനമന്ത്രിയാണല്ലോ മൊറാർജി ദേശായി, അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ കഴിഞ്ഞ രാത്രിയിൽ ലോകത്തോട് വിട പറഞ്ഞത്. കഴിഞ്ഞ 3-4 ദിവസങ്ങൾക്ക് മുമ്പേ നമ്മുടെ ഇന്ത്യക്ക് സാമ്പത്തിക രംഗങ്ങളിൽ കുതിപ്പുണ്ടാക്കിയതായ മഹാനായ വ്യക്തിയായിരുന്നു പ്രിയ ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹം ഇന്ത്യയുടെ ലോകത്തോട് യാത്ര പറഞ്ഞു. ഇന്ത്യയെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കുവാൻ അദ്ദേഹം വളരെ യത്നിച്ചു. സാമ്പത്തിക രംഗത്ത് മാറ്റം വരുത്തി ദരിദ്ര രാഷ്ട്രമെന്നുള്ളതായ ആ പദവിയിൽ നിന്ന് ഉയർച്ചയിലേക്ക് കൊണ്ടുവന്ന ഒരു മഹാനായ വ്യക്തിത്വമായിരുന്നു മൻമോഹൻ സിംഗ്. ദരിദ്രർക്കും താഴെത്തട്ടിലുള്ള ആൾക്കാർക്ക് ഒരിക്കലും മറക്കുവാൻ പാടുള്ളതല്ല പ്രിയ മൻമോഹൻ സിംഗിനെ എന്ന് നമ്മൾ മനസ്സിലാക്കണം. സാമ്പത്തികമായിട്ട് വളരെ കൂപ്പുകുത്തിയ കാലയളവിലാണ് നരസിംഹറാവു പ്രധാനമന്ത്രിയാകുന്നത്. അദ്ദേഹത്തിൻ്റെ താൽപ്പര്യപ്രകാരമാണല്ലോ മൻമോഹൻ സിംഗ് ജി ധനകാര്യമന്ത്രിയായി തീർന്നത്. അതിന് മുഖാന്തരം മലയാളിയായ മുൻ മഹാരാഷ്ട്ര ഗവർണർ PC അലക്സാണ്ടറും ഉണ്ടായിരുന്നു. പല എതിർപ്പുകളോടെയാണ് സാമ്പത്തിക രംഗങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ മൻമോഹൻ സിംഗ് അന്ന് ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ ചെയ്തിരുന്നത്. അദ്ദേഹം പ്രതിദാനം ചെയ്തതായ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വരെ ശക്തമായ എതിർപ്പ് ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ധൈര്യത്തോടെ താൻ അത് ചെയ്തെടുക്കുവാനും പിന്നീട് 10 വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടിരുന്ന് സാമ്പത്തിക രംഗങ്ങൾക്ക് വളരെ ഊർജം പകർന്നു. ഭക്ഷ്യ സുരക്ഷാ ബില്ലിന് ഉറപ്പുവരുത്തി. കോവിഡ് കാലയളവിൽ ഈ ഭക്ഷ്യ സുരക്ഷാ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ പട്ടിണി മാറ്റുവാൻ ഏറെക്കുറെ ഇന്ത്യക്കിടയായി തീർന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാർ മരണപ്പെട്ടു പോയപ്പോൾ ആ മരണസംഖ്യയെ പിടിച്ചു നിർത്തുവാൻ ഈ ഭക്ഷ്യ സുരക്ഷ മുഖാന്തരം ഇവിടെയായി തീർന്നു. ഭക്ഷ്യ സുരക്ഷയുടെ പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറഞ്ഞാൽ അരിയും ഗോതമ്പും മാത്രം കൊടുക്കുകയല്ല, പോഷക വസ്തുക്കളും കൂടെ കൊടുക്കുവാനുള്ളതായ ഉറപ്പ് വരുത്തിയത് കൊണ്ടാണ് ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആരോഗ്യത്തോടെ നിൽക്കാൻ സാധിച്ചതെന്നുള്ളത് നമ്മൾക്ക് മറന്നുപോകാൻ പറ്റാത്തൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞുവല്ലോ, വളരെ പ്രതിസന്ധിയിലും പ്രതികൂലത്തിൻ്റെ നടുവിലാണ് മൻമോഹൻ സിംഗ് ഭരിക്കുവാനിടയായി തീർന്നത്. സോണിയാഗാന്ധിയുടെ ഒരു കൺട്രോളിൽ കൂടാണ് മൻമോഹൻ സിംഗ് പോയതെന്ന പഴിയൊക്കെ അദ്ദേഹം കേട്ടിട്ടുണ്ട്. എങ്കിലും പല സ്വതന്ത്രമായ നിലപാടുകൾ പാർട്ടിയെപ്പോലും നോക്കാതെ പാർട്ടിയുടെ അച്ചടക്ക മെമ്പർ എന്ന നിലയിൽ കൂടിയും അദ്ദേഹം പല കാര്യം ചെയ്യുവാനിടയായി തീർന്നു. പാർട്ടിയിൽ നിന്ന് അനേക കാര്യങ്ങൾ തനിക്ക് പ്രതികൂലമായിട്ട് നേരിടേണ്ടി വന്നു. പ്രതിപക്ഷത്തു നിന്നും പ്രതികൂലമായി നേരിടേണ്ടി വന്നു. എന്നിട്ടും ധൈര്യമായിട്ട് അദ്ദേഹം നിലനിൽക്കുവാൻ ഇടയായി തീർന്നു. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ സുസ്ഥിരതയോട് പോയായിരുന്നെങ്കിൽ ഇന്നും പ്രധാനമന്ത്രിയായിട്ട് നിൽക്കേണ്ടത് മൻമോഹൻ സിംഗ് തന്നെയാണ്.
തൻ്റെ കൂടെ ഉണ്ടായിരുന്നതായ അഴിമതിക്കാരായ മന്ത്രിമാർ നിമിത്തമാണ് 10 വർഷം തികഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഇലക്ഷനിൽ തനിക്ക് ഭരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വന്നത്. തൻ്റെ കൈ ശുദ്ധമായിരുന്നു, മരിക്കുമ്പോഴും തൻ്റെ കൈ ശുദ്ധമായിരുന്നു. പക്ഷേ കൂടുണ്ടായിരുന്നതായ സഹപ്രവർത്തകർ നിമിത്തമാണ് തനിക്ക് പിന്നെ ഭരണം ലഭിക്കാതിരുന്നത്. ഈ അന്ത്യ വിശ്രമ സമയത്തും അല്പ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. അത് വേറെ എങ്ങൊന്നല്ല, തൻ്റെ സ്വന്തം പാർട്ടിയിൽ നിന്നാണ്. രാജോചിതമായ ബഹുമതിയോടുകൂടിയാണ് അദ്ദേഹത്തിനടക്കം കേന്ദ്ര സർക്കാർ കൊടുത്തത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭയിലെ പ്രമുഖരെല്ലാം അന്ത്യ യാത്രാ സമയത്ത് വളരെയധികം സമയം അവിടെ ചിലവഴിച്ചു. മരിച്ചപ്പോൾ വീട്ടിൽ പോയി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും റീത്ത് വെച്ചു. കേന്ദ്രമന്ത്രിസഭ കൊടുക്കാവുന്ന സകല ബഹുമതിയോടും കൂടിയാണ് കോൺഗ്രസ്സുകാരനായ പ്രധാനമന്ത്രി ആയിരുന്നിട്ട് പോലും ഈ മന്ത്രിസഭ കൊടുത്തത് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. എങ്കിലും അദ്ദേഹത്തിന് സ്മാരകം മന്ദിരം കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിപ്പോഴേ പ്രസ്താവനകളൊക്കെ വരുന്നുണ്ട്. അതിനൊക്കെ സമയമെടുക്കണമല്ലോ, സ്ഥലം കണ്ടെത്തണമല്ലോ. അതുറപ്പ് കേന്ദ്ര മന്ത്രിസഭ പറഞ്ഞിട്ടുണ്ട്. എക്കാലത്തും ഓർത്തിരിക്കേണ്ടതായ ഒരു പ്രധാനമന്ത്രിയാണ്, രാഷ്ട്രശില്പിയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഞാൻ എൻ്റെ വാക്ക് ചുരുക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ ഈ അവസാന ദിവസങ്ങളിൽ, വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ പറഞ്ഞു വന്നതിൻ്റെ സാരം, മഹാന്മാരായ പലരും നമ്മുടെ ഇടയിൽ നിന്ന് കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഉന്നതന്മാരായ പലരും ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്യുന്നതനായ ഒരു ദൈവം നമ്മൾക്ക് വേണ്ടി ഉണ്ട്. അത്യുന്നതൻ്റെ ചിറകിൻ കീഴിലും സർവശക്തൻ്റെ നിഴലിലും നമ്മളെ ഒരു വർഷക്കാലം ദൈവം പരിപാലിച്ചു. ഉന്നതനല്ല അത്യുന്നതൻ, ശക്തനല്ല സർവശക്തൻ. ആ സർവശക്തനായ ദൈവത്തിൻ്റെ കൈക്കീഴിൽ പോകുവാൻ, ആശ്രയിച്ചു പോകുവാൻ 2025 എല്ലാവർക്കും ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. വളരെ നന്ദി, എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഈ 2025 ദൈവം അനുവദിക്കുകയാണെങ്കിൽ, പ്രവേശിക്കുന്നുവെങ്കിൽ അന്നേരം ചെറിയൊരു സന്ദേശം നൽകാമെന്ന് വിചാരിക്കുന്നു. അതുവരെ എല്ലാവർക്കും വന്ദനം. ദൈവം സഹായിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.